സൈബർ പോലീസിന്റെയും മാധ്യമങ്ങളുടെയും നിരന്തര ഓർമ്മപ്പെടുത്തലിന് പുല്ലുവില. അമിത ലാഭവും ഉയർന്ന ശമ്പളവുമുള്ള ജോലിയും പ്രതീക്ഷിച്ച് ഓൺലൈൻ തട്ടിപ്പുകാരുടെ കെണിയിൽ ചെന്ന് വീഴുന്നവരുടെ എണ്ണം ജില്ലയിൽ അടിക്കടി കൂടുന്നു. എടക്കാട് സ്വദേശിക്ക് 89,200 രൂപ നഷ്ടപ്പെട്ടതുൾപ്പെടെയുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ സൈബർ പോലീസ് നടത്തിയിരിക്കുന്നത്. ടെലഗ്രാം വഴി ട്രേഡിംഗ് ചെയ്യുന്നതിനായി തട്ടിപ്പുകാരുടെ നിർദ്ദേശപ്രകാരം വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നൽകിയ എടക്കാട് സ്വദേശിനിക്കാണ് 89,200 രൂപ നഷ്ടപ്പെട്ടത്. നിക്ഷേപിച്ച പണമോ വാഗ്ദാനം ചെയ്ത ലാഭമോ കിട്ടാതെ വന്നപ്പോഴാണ് ചതി മനസ്സിലായത്. ഇൻസ്റ്റഗ്രാമിൽ പരസ്യം കണ്ട് മൊബൈൽ ഫോൺ വാങ്ങുന്നതിനായി വാട്സപ്പ് വഴി ചാറ്റ് ചെയ്ത് പണമയച്ച ചൊക്ലി സ്വദേശിക്ക് 6,500 രൂപയാണ് നഷ്ടപ്പെട്ടത്. ഫോണും പണവും ലഭിക്കാതെ വന്നതോടെയാണ് പറ്റിക്കപ്പെട്ട വിവരം അറിയുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്നും പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് ന്യൂമാഹി സ്വദേശിനിക്ക് നഷ്ടപ്പെട്ടത് 4,092 രൂപയാണ്. പ്രൊഡക്റ്റ് ക്യാൻസൽ ആയെന്ന് പറഞ്ഞ് മെസ്സേജ് വരികയും തുടർന്ന് വാട്സപ്പ് വഴി ബന്ധപ്പെട്ട് റീഫണ്ട് നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുക്കുകയുമായിരുന്നു. ഓൺലൈൻ വഴി പ്രൊജക്ടർ വാങ്ങുന്നതിനായി വാട്സപ്പ് വഴി ചാറ്റ് ചെയ്ത് പണം നൽകിയ ചക്കരക്കൽ സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് 3,899 രൂപയാണ്. ഇൻസ്റ്റഗ്രാം, ടെലഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ സൈബർ കുറ്റകൃത്യങ്ങളെപ്പറ്റി നിരന്തരം ജാഗ്രത പുലർത്തേണ്ടതാണെന്ന് സൈബർ പോലീസ് അറിയിച്ചു. അജ്ഞാത അക്കൗണ്ടുകളിൽ നിന്നും വരുന്ന മെസ്സേജുകളോട് പ്രതികരിക്കാതിരിക്കണമെന്നും വീഡിയോ കോൾ എടുക്കാതിരിക്കണമെന്നും പോലീസ് പറയുന്നു. നവമാധ്യമങ്ങളിൽ കാണുന്ന പരസ്യങ്ങൾക്ക് പിന്നാലെ പോയി പണം നഷ്ടപ്പെടുത്താതിരിക്കണമെന്നും സൈബർ പോലീസ് വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.